മധുവർണ്ണ അറുനിരാമോളല്ലേ മധുരപാതീനേ ലെങ്കി മാറിയുന്നോളെ. So yes, thank you so much for coming. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് without any further ado, let's give a very warm welcome to them. അവർക്കൊന്ന് കടന്നു വരാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ചെറിയൊരു സ്പേസ് കൂടി കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സ്വാഗതം. ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഫാൻസിനെ കണ്ടുകൊണ്ട് കയറി വരുന്നതിൽ വലിയ അഭിമാനം ചാരിത എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് പറയാനുള്ളത് ഫാൻസിനോട്? ഞാൻ ഇവരോട് ചോദിച്ച സമയത്ത് നിങ്ങൾ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും അക്ഷമരായി നിൽക്കുമായിരുന്നു അല്ലേ? സന്തോഷായോ? എന്താണ് പറയാനുള്ളത്? അപ്പോ കുമ്പങ്ങാട് തറവാട്ടെന്ന് അപ്പൊ ഒന്ന് നോക്കിട്ട് അടിച്ചു പോയിച്ച് തകർത്തടിച്ചു പോയാലോ? അതിനാ നല്ലേ. അപ്പൊ ആദ്യം തറവാട്ടിൽ ഉപ്പച്ചിക്കത്ത പറയാനുള്ള കേക്കണ്ടേ? എന്നാ കുമ്പങ്ങാട് ഉപ്പച്ചിക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തണി. ഹലോ ഹലോ കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും ഇതിന്റെ പേര് പഠിച്ചിട്ടാണ് ഞാൻ കുറച്ചൊന്നും ഇറങ്ങാറ്. ബബ്ലു കിഡ്സ് ടോയ്സ് ആൻഡ് ഗാലറി. ഏതായാലും ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ ഈ മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല, അതിലേറെ സന്തോഷം. എന്തൊരു കൂക്കരൊക്കെ അപ്പോ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇതുപോലുള്ള ഓരോ അവസരങ്ങളും ഓരോ കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോ ആദ്യം കൊമ്പങ്ങാട് തറവാട് നല്ലൊരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി സ്റ്റാർട്ട് ചെയ്താൽ അത് ഒരു പാടും. പാടൂലേ? എന്റെ ഒപ്പം പാടുമോ? പാടാതെ നല്ല എനർജി ഉണ്ടാവും. നല്ലൊരു കൈ അടിച്ചാണ്. കൈ അടിച്ചാൽ എന്ത് സംഭവം തരുമോ? ഇതിലേറെ സൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കൈ പൊന്തണില്ല, അത്രയും ആൾ നിൽക്കണം. എങ്ങനെ ആക്കണം? അല്ല ഓർക്ക് പിള്ളേരൊക്കെ അറിയാം. അതുള്ളൊരു നല്ലൊരു ആരാണ് അത്? അതാണ് അവ തുടങ്ങില്ലേ? എന്റെ കൂടെ പാടുമോ? എടി കൊമ്പങ്ങാട് കോയ അവളിപ്പിച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാട്ടണേ കൊമ്പത്തിരുന്ന് പാട്ടണേ. നിങ്ങൾക്ക് നിങ്ങളെന്നെ കൈയടിച്ചു. അതെ. അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഉമ്മച്ചിയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ ഉമ്മച്ചിയുടെ കണ്ണൊക്കെ നിറയാൻ കാരണം എന്താണ്? സ്പെഷ്യൽ ആയിട്ട് എന്താ പറയാനുണ്ടോ? അതാ വെയിലുണ്ടിട്ടല്ലാത്ത കണ്ണറിയാം. സോറി, ഞങ്ങളെ കിട്ടിയില്ലേ? അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ, എല്ലാരും വന്നിട്ടുണ്ട്. തുടങ്ങില്ലെന്നാ നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടേ? അടിയൊന്നൊന്നുമില്ല, വേറെ എന്താ വേണ്ടേ? അടിയല്ലാത്ത എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. അടി വേറെ എന്ത് വേണം ചോദിച്ചു? അടി കുത്ത് ഹംസന്റെ കുത്തോ? ഇപ്പച്ചിന്റെ കുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ പാട്ടോ? പാട്ട് നമുക്ക് പാടാം. പാട്ട് പാടിയിട്ട് പോകുള്ളൂ. പാട്ട് പാടാൻ പോയിക്കണ ഒരുപാട് ആൾക്കാർ പാടും. അതെ, എന്നാലും വല്ല കൂട്ടത്തിൽ കൂടെ ഞങ്ങൾ പാടിത്തരല്ലോ. ഡാൻസ് കളിച്ചാലോ? കളിക്കണോ? അല്ല കളിച്ച് അടുത്തേ നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവരല്ലേ അല്ലേ? എന്നാ വീഡിയോത്തെ 2-3 ഡയലോഗ് ആയാലോ? അത് മതിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മണിച്ചിത്രത്താഴിലെ നാഗവല്ലീനാണോ ഇഷ്ടം? കുമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം? കലാപമണിയോ? ജാൻമണി
ആരെ ഗുണ്ടുമണി അപ്പൊ ഡയലോഗ് ആയാലോ? തുടങ്ങില്ലേ? റെഡി? யாரது? കൊമ്പക്കാട് കോയ വാതിൽ ഓർക്കെ. நான் எழுதும் கடிதமே இல்லை கடிதாச கடிதமே இருக்கட்டும் படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டவே படிச்சிட்டியா? இப்ப நானும் இங்க கண்மணி போட்டல, அடுத்தது பொன்மணின்னு போட்டுக்கோ. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினைச்சு பார்க்கும்போது மனசுல நெஞ்சு அறவை மாறி கொட்டுது. ஆனா அதை எழுதணும்னு உட்காரும் போது அந்த எழுத்துதான் மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, അதைയും താണ്ടി പുനിതമാണത്. താങ്ക് യു. ഇഷ്ടായോ? ഇതൊക്കെ അങ്ങനെ കയ്യടിക്കേ. അവനെടുത്താലോ? നമുക്ക് എടുക്കല്ലേ? എടുക്കാനായോ? 9ാമത്തെ സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത്. നീ എടുക്കല്ല കേട്ടോ, ഭയങ്കര സൂപ്പർ. കൊടുക്കും സമ്മാനം കൊടുക്കും. ഒരാള് കച്ചടിച്ചാണ്, ഒറ്റാള്. സന്തോഷമായോ? അടുത്തത് നമ്മൾ 8ാമത്തെ സമ്മാനത്തിലേക്ക് പോവാണ്. 8ാമത്തെ സമ്മാനം ആർക്കാണ് കിട്ടുന്നതെന്ന് നോക്കാം. മാനേജ്മെന്റ് ടീമിൽ നിന്ന് ആരെങ്കിലും നമ്മളെടുക്കേ? മധുവർണ്ണ പൂമോളല്ലേ മധുരപാതീനേരിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനിലാമോളല്ലേ മധുരപാതീനേരിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി